നമ്മുടെ പ്രിയ നേതാക്കൾ ഇതാ ഈ വാഹനത്തിന് കൊണ്ടുവന്ന് പേരാമ്പ്ര സ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജനനേതാക്കളായി നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ ഈ വാഹനങ്ങൾ പിന്നാലെ കടന്നു വരികയാണ്. ത്രിതല പഞ്ചായത്തുകളിൽ വീണ്ടും കേരളം ചരിത്രത്തിലെ അവിസ്മരണീയമായ വിജയം കൊയ്തെടുക്കുകയാണ്. നൽകിയ ഈ നാട്ടിലെ ഞങ്ങളുടെ ഘടകത്തോട് ചേർത്ത് വെച്ച അഭിവാദനങ്ങൾ ജനനായകകൊണ്ടുള്ള ഘോഷയായ ഈ വാഹനത്തിന്റെ പിന്നാലെ വരികയാണ്. ജനപ്രതിനിധികൾ LDF-ന്റെ നേതാക്കന്മാർ ഊരുകളെങ്കിലും പ്രവർത്തകർ അണിനിരക്കുന്ന വർണ്ണശബരിമലയായ ഘോഷയായ ആവേശകരമായ സ്വീകരണ പരിപാടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ഇതുവഴി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്നേഹാഭിവാദനങ്ങൾ. പ്രിയമുള്ളവരെ, ജാതിമതാന്തരാലും Nama
കിഴക്കൻ മലയോരത്തിന്റെ ആവേശകരമായ സ്വീകരണമേറ്റുവാങ്ങി നമ്മുടെ ജനനായകൻ ഈ വാഹനത്തിന് പിന്നാലെ മതവർഗീയ ശക്തികൾ തകർക്കാൻ കഴിയാത്ത മഹാനിർബോധത്തിന്റെ കോട്ടയായി ഇടതുപക്ഷത്തിന് ഈ നാട്ടിലെ മണിയുടെ ഈ നാട്ടിലെ പര്യാവർക്ക് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെ കളിക്കുകയില്ല
തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ നയിച്ചുകൊണ്ടുള്ള കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിലെ പ്രതിനിധികളെ വഹിച്ചുകൊണ്ടുള്ള വർണ്ണശബളിമയാഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരികയായി. പ്രിയമുള്ളവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളെ സാരഥികളും ജയിപ്പിച്ച ഈ നാട്ടിലെ പ്രമുഖരായ ജനാധിപത്യ ഹൃദയത്തോട് ചേർത്ത് വെച്ച അഭിവാദനം. പ്രിയമുള്ളവരെ, ഇടതുപക്ഷം നമ്മുടെ ഹൃദയപക്ഷത്തിന് വോട്ട് നൽകി വിജയവിളംബരത്തിന് തൊടുകുറിയാണ് ചെയ്തുള്ള ഈ നാട്ടിലെ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ അഭിവാദനം. പ്രിയമുള്ളവരെ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജനനായകന്മാരെ വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ പരിപാടിയുടെ സമാപന കേന്ദ്രമായ പേരാമ്പ്ര
പഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം മുന്നിലേക്ക് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഞങ്ങളുടെ
ഇപ്പോൾ പോലെ ഒരു ജനത കാത്തു സൂക്ഷിച്ച വിജയ സിന്ദൂര തിരകൾ ചാർത്തിയ ജനനേതാക്കളായി വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങൾ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കൾ നയിക്കപ്പെടുന്ന യാത്രയില്ല ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കിഴക്കൻ മണിപ്പൂരിന്റെ ശിലാകേന്ദ്രമായ പേരാമ്പ്ര നഗരത്തിലുള്ള ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയമിട്ട് അഭിവാദനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധനങ്ങൾക്ക് വിജയത്തിലകമണിയിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഞങ്ങളുടെ ഹൃദയാഭിവാദനങ്ങൾ. വേദാന്തയുടെ രാജഭാഗ രീതികളെ ആവേശേഷകളിലാക്കി മാറ്റിക്കൊണ്ട് നൂറുകണക്കിന് നേതാക്കൾ ആയിരക്കണക്കിന് യുവതയും അണിചേർന്ന ആവേശകരമായ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത്
ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്. ഒന്ന് പാസ്സാക്കാവേ. ജാഥ റോഡിലേക്ക് പോകാൻ പാടില്ല. ജാഥ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കണം.
പ്രിയമുള്ളവരെ, പേരാമ്പ്ര പട്ടണത്തിലെ തിങ്ങി നിറഞ്ഞ ജനാവലിയെ സാക്ഷിയാക്കി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ജയിച്ചു വന്ന 14 പഞ്ചായത്ത് മെമ്പർമാർക്കും അതുപോലെ 2 ജില്ലാ ഡിവിഷനിൽ ജയിച്ചു വന്ന 2 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും മുതുകാട് ഡിവിഷനിൽ നിന്ന് ജയിച്ചു വന്ന മെമ്പർക്കും അതേപോലെ എരവട്ടൂർ ഡിവിഷൻ, പേരാമ്പ്ര ഡിവിഷൻ, ചെറുവണ്ണൂർ ഡിവിഷൻ എന്നീ സ്ഥലങ്ങളിൽ ജയിച്ചു വന്ന വിവിധ തരങ്ങളിലുള്ള മെമ്പർമാർക്കാണ് ഇന്നിവിടെ സ്വീകരണം നൽകുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രശസ്തമായ വിജയം കൈവരിച്ചത് കേരള ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഒന്ന് പെൻഷൻ കൊടുത്ത കാര്യം, കിഫ്ബിയുടെ കാര്യം, അതുപോലെ തന്നെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ എല്ലാം എണ്ണി പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത്. അതിന്റെ ഫലം പേരാമ്പ്രയിലും കണ്ടു, കേരളത്തിലാകമാനവും കണ്ടു. നമുക്ക് അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന പല സീറ്റുകളും ഈ പ്രാവശ്യം പേരാമ്പ്ര പഞ്ചായത്തിൽ കരകതമാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 1-ാം വാർഡിൽ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒരുപോലെ മല്ലടിച്ചുകൊണ്ടാണ്, പോരാടിക്കൊണ്ടാണ് അവിടെ നമ്മുടെ സ്ഥാനാർത്ഥി വമ്പിച്ച വിജയം കൈവരിച്ചത്. അതുപോലെ 3-ാം വാർഡിൽ നരനായാട്ടാണ് RSSന്റെ BJPയുടെ ഹിന്ദു വർഗീയവാദികളുടെ, എന്തിനധികം പറയുന്നു, വോട്ടിംഗ് നടന്ന ആ ദിവസം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ സംസാരശേഷിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ വോട്ടർമാരുടെ മുമ്പിലിട്ട് RSSന്റെ ഗുണ്ടകൾ കല്ലോട് സ്കൂളിൽ വെച്ച് കയ്യേറ്റം ചെയ്തു. അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ 3-ാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം BJP 14 വോട്ടിന് ജയിച്ച 3-ാം വാർഡിൽ 100 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമ്മുടെ സ്ഥാനാർത്ഥി അവിടെ വിജയം കൈവരിച്ചത്. അതുപോലെ തന്നെ 4-ാം വാർഡ്, 5-ാം വാർഡ്, 6-ാം വാർഡ്, 7-ാം വാർഡ് എല്ലാം പ്രശസ്തമായ വിജയങ്ങളാണ്. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ നല്ല രീതിയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെയും നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. പിന്നെ 8-ാം വാർഡ്, എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല 8-ാം വാർഡിൽ ജയിച്ചത് കോൺഗ്രസ് ആണോ അല്ല, ആരാ അവിടെ ജയിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ നുള്ളുക, പിള്ളുക, തങ്ങളിൽ ഇങ്ങനെ കട്ടയിലിട്ട് ചവിട്ടിയിലുട്ടുക എന്ന് പറഞ്ഞ എല്ലാ ഭേദങ്ങളും രാകേഷും അതുപോലെ ആരും തമ്മിൽ നടത്തിയിട്ടുണ്ട്, രാമകൃഷ്ണനും തമ്മിൽ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ 2 ഭാഗത്തു നിന്ന്, ഒരു ഭാഗത്ത് രാമകൃഷ്ണന്റെ ഭാഗം, ഒരു ഭാഗം രാകേഷിന്റെ ഭാഗം. എന്തൊരു പാർട്ടി! ആരാ ജയിച്ചത്? കോൺഗ്രസ് ആണോ ജയിച്ചത്? രാകേഷ് ആണോ ജയിച്ചത്? ആരാ തോറ്റത്? കോൺഗ്രസ് ആണോ തോറ്റത്? രാമകൃഷ്ണനാണോ തോറ്റത്? ഈ പാർട്ടികൾ ഈ രീതിയിൽ പോയാൽ നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ അടിപിടി കൂടുന്ന, അണികൾ തമ്മിൽ ഇങ്ങനെ ചേരി തിരിഞ്ഞ് കയ്യാങ്കളി നടത്തുന്ന ആ പാർട്ടിയിൽ അനന്തവിദൂരമല്ലാത്ത ഭാവിയിൽ പേരാമ്പ്ര പഞ്ചായത്തിൽ ഒരു ഒറ്റ കുട്ടി പോലും ഉണ്ടാകില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം മാത്രം, നിഷേധിക്കാൻ സാധിക്കില്ല. പിന്നെയുള്ളത് 9-ാം വാർഡ് നല്ല വിജയം, 10-ാം വാർഡ്, 12-ാം വാർഡ് 400 വോട്ടിന് UDFന്റെ ആളുകൾ ജയിക്കുന്ന സ്ഥലമാണ് എല്ലാ പ്രാവശ്യവും. എന്നാൽ ഈ പ്രാവശ്യം 12-ാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാർ അവിടുത്തെ അപകടം മണത്തറിഞ്ഞ് സഖാവ് ജോനയെ വിജയിപ്പിച്ചിരിക്കുന്നു. നമുക്ക് അഭിവാദകരമാണ്, പേരാമ്പ്ര പഞ്ചായത്തിന് അഭിവാദകരമാണ്. പേരാമ്പ്ര പഞ്ചായത്തിനെ രക്ഷിക്കാൻ സാധിച്ചു ജോനയുടെ വിജയം. അതുപോലെ 14-ാം വാർഡ്, ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 15 മത്സരിച്ച മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്, ഇതാ ഞാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വളരെ ദയനീയമായി 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. 17-ാം വാർഡ് പറയുന്നതിനോട് ഒരുപാട് പറഞ്ഞു പോകും. ഞാൻ അതുകൊണ്ട് 17-ാം വാർഡിന്റെ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നില്ല. എന്താ പറഞ്ഞത്? ഫത്വ പുറപ്പെടുവിച്ചതാണ്.
ഫത്വ ആർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല? പ്രമോദിന് വോട്ട് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? പ്രമോദ് മത്സ്യ മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിട്ടതാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, പോകേണ്ട ആവശ്യവും എനിക്കില്ല. ഒരുപാട് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ എന്താണ് ഈ വേദിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പിന്നീട് പറയാം. ഇന്ന് എന്താ അവിടെ ഉണ്ടായത്? 500-ൽ പരം മുസ്ലിം വോട്ടർമാരുള്ള സ്ഥലമാണ് 17-ാം വാർഡ്. 1-ാം നമ്പർ ബൂത്തിൽ വമ്പിച്ച ഭൂരിപക്ഷം UDF-ലാണ്. അവിടെ പ്രമോദിന് വേണ്ടി വോട്ട് പിടിച്ചത് LDF-ന്റെ പ്രവർത്തകർ മാത്രമല്ല. പ്രമോദിന് വേണ്ടി വോട്ട് പിടിച്ചത് അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഒന്നടങ്കം പ്രമോദിനെ വിജയിപ്പിക്കുന്നതിന് രംഗത്തിറങ്ങി. എല്ലാ ഏരിയകളിലും മുസ്ലിം സ്ത്രീകൾ വോട്ട് പിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. അതിന്റെ ഫലം കണ്ടു. 1-ാം വാർഡിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ബൂത്തിൽ 38 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രമോദിന് കിട്ടി. 182 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഫത്വ പുറപ്പെടുവിച്ച 17-ാം വാർഡിൽ ഒറ്റ മുസ്ലിമും വോട്ട് ചെയ്യാൻ 17-ാം വാർഡിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ 17-ാം വാർഡിൽ പ്രമോദ് പ്രശസ്തമായ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതുപോലെ 18-ാം വാർഡിൽ ഈ പഞ്ചായത്ത് റെക്കോർഡ് വിജയം കൈവരിച്ച വാർഡാണ് 18-ാം വാർഡ്. 402 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ സ്ഥാനാർത്ഥി ജയിച്ചത്. അതേപോലെ തന്നെ 19-ാം വാർഡ് പ്രശസ്തമായ വിജയം. ഞങ്ങൾ ജയിച്ചത് 5ഉം 10ഉം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല, 10ഉം 100ഉം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത് 1000-ൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത് 2000-ൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെ ഈ പേരാമ്പ്ര മണ്ഡലത്തെ ആകെ പിടിച്ചു കുലുക്കിക്കൊണ്ട് LDF അതിന്റെ ജൈത്രയാത്ര നടത്തിയിരിക്കാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന LDF-ന്റെ മുഴുവൻ ജനപ്രതിനിധികളെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന കുഞ്ഞമ്മദ് KP ഉൾപ്പെടെയുള്ള നേതാക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ പരിപാടിയിൽ ആകാംക്ഷപൂർവ്വം പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി പേരാമ്പ്ര പഞ്ചായത്ത് LDF കമ്മിറ്റിയുടെ ചെയർമാൻ സഖാവ് അഡ്വക്കേറ്റ് രാജീവൻ മല്ലിശ്ശേരിയെ ക്ഷണിക്കുക. ബഹുമാന്യരായ ഈ വേദിയിലെ വളരെ പ്രിയപ്പെട്ട സഖാവ് KP, സഖാവ് കുഞ്ഞമ്മദ് മാസ്റ്റർ, അതേപോലെ സഖാവ് AK ബാലേട്ടൻ, CPI-യുടെ നേതാവ് സഖാവ് AK ചന്ദ്രമാസ്റ്റർ, DYFയുടെ സംസ്ഥാന ട്രഷറർ സഖാവ് SK സജീഷ്, LJD-യുടെ മണ്ഡലം പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ചാർജ് വഹിക്കുന്ന സഖാവ് RN രവീന്ദ്രൻ, NCP-യുടെ നേതാവ് സഫ മജീദ്, അതേപോലെ കേരള കോൺഗ്രസിന്റെ നേതാവ് സഖാവ് പ്രദീപ് മാസ്റ്റർ, അതേപോലെ ഈ വേദിയിലുള്ള നമ്മുടെ എല്ലാം തന്നെ അഭിമാനമായി മാറിയ പേരാമ്പ്ര പഞ്ചായത്തിലെ 14 വാർഡുകളിൽ നിന്നും മത്സരിച്ച് ജയിച്ച് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാളികൾ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച സഖാവ് CM ബാബു, സഖാവ് ഷീജ ശശി, അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ശശികുമാർ പേരാമ്പ്ര, സഖാവ് സജീവൻ മാസ്റ്റർ, അങ്ങനെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വിജയവും അവകാശപ്പെടാൻ കഴിയുന്ന പേരാമ്പ്രയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, നാട്ടുകാരെ, സഖാക്കൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ട്. നുണപ്രചരണങ്ങളുടെ മണ്ണക്കെട്ട് മാത്രം ഇറക്കി, നുണപ്രചരണങ്ങൾ മാത്രം മൂലധനമാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേടുകയും അത് നമ്മുടെ നാട്ടിൽ വിലപ്പോകില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്ത അവസ്ഥയാണ് ശത്രുപക്ഷത്തുള്ള UDF-നും BJP-ക്കും. രണ്ടു കൂട്ടരും ഇറക്കിയ തുരുപ്പിച്ചീട്ടുകൾ വ്യാജമായ പ്രചരണങ്ങൾ മാത്രമായി. ആ പ്രചരണങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് അത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണകളെ ജനം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനകീയ മനസ്സുകളിലെ ജനമനസ്സുകളെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന, ജനമനസ്സുകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനകീയ സർക്കാരിന്റെ ജനോപകാരപ്രദമായ നടപടികൾ ഇനിയും തുടരണമെന്ന ജനവിശ്വാസത്തിന്റെ, ജനങ്ങളുടെ ആഗ്രഹത്തിന്റെയും
സഫലീകരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDF നേടിയ വിജയമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജനറികളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഒരു വർഗീയ സംഘടനയല്ല എന്നൊക്കെ തരത്തിൽ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആളുകൾ നടത്തിയിരിക്കുന്ന പ്രത്യേക സാഹചര്യവും പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ വിജയിച്ച ജനപ്രതിനിധികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരാമ്പ്രയുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും പരിചയപ്പെടുത്താനും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് കെ കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, നമ്മുടെ മുൻ MLA, നമ്മുടെ പ്രിയങ്കരനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അധ്യക്ഷ സഖാവേ, പ്രിയമുള്ളവരെ, ആദ്യമായി വിജയ ശ്രീലാളിതരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ, വരാൻ വേണ്ടി പോകുന്ന 5 വർഷക്കാരും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ നാടിൻ്റെ ജനകീയ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഈ ജനപ്രതിനിധികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. ആദ്യമായി പേരാമ്പ്ര ജില്ലാ ഡിവിഷൻ 4000-ൽ പരം വോട്ടിന് വിജയിച്ച സഖാവ് ഷീജ ചേച്ചി. അടുത്തതായി മേപ്പിയൂർ ജില്ലാ ഡിവിഷൻ വിജയിച്ച സഖാവ് CM ബാബു. ഉളക്ക് പഞ്ചായത്തിലേക്ക് ചക്കട്ടവാർ ഡിവിഷൻ വിജയിച്ച സഖാവ് NB ബാബു. അത് മുതുകാട്. പേരാമ്പ്ര ഡിവിഷൻ വിജയിച്ച സഖാവ് ശശികുമാർ പേരാമ്പ്ര. ചെറുവണ്ണൂർ ഡിവിഷൻ വിജയിച്ച സഖാവ് സജീവൻ മാസ്റ്റർ. എരവട്ടൂർ ഡിവിഷൻ വിജയിച്ച GC KK. ഇനി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ശ്രീലജ കുടിയടി 1ാം വാർഡ്. 3ാം വാർഡ് വിജയിച്ച അമ്പുലി KK. 4ാം വാർഡ് ജയിച്ച ശാരദ K. 5ാം വാർഡ് ജയിച്ച സഖാവ് വിനോദ് തിരുവോച്ച്. 6ാം വാർഡ് ജയിച്ച സഖാവ് ഷൈനി. 7ാം വാർഡിൽ നിന്ന് വീണ്ടും ജയിച്ച സഖാവ് റീന K. 9ാം വാർഡ് ജയിച്ച സഖാവ് പ്രിയേഷ് PK. 10ാം വാർഡ് ജയിച്ച സഖാവ് സത്യം PM. നേരത്തെ ബാലമാഷ് പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയത്തിൻ്റെ ഉടമയായ 12ാം വാർഡ് ജയിച്ച സഖാവ് ജോന P. 14ാം വാർഡ് ജയിച്ച മിനി കൊണ്ടറ. 15ാം വാർഡ് ജയിച്ച സഖാവ് സജു മാസ്റ്റർ. 17ാം വാർഡ് ജയിച്ച സഖാവ് പ്രമോദ്. 18ാം വാർഡ് ജയിച്ച നബീസ K. 19ാം വാർഡ് ജയിച്ച സഖാവ് പ്രേമൻ K. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിച്ചു. 1990-ന് ശേഷം എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലത്തിനിടയിൽ ഭരിക്കുന്ന മുന്നണിക്കും ഭരിക്കുന്ന ഗവൺമെന്റിനും അനുകൂലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്
ആ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ ഏക തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വിജയിച്ചത്. എന്തുകൊണ്ട് സംഭവിച്ചു? അതാണ് പരിശോധിക്കേണ്ടത്. ഗവൺമെന്റിനെതിരായ ജനവികാരം ഉണ്ടായില്ല. ഒരു സർക്കാരിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ആ മുന്നണിയുടെ സാമൂഹ്യ പ്രയോജനം ഈ നാടിന്റെ മുന്നിൽ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ മണ്ണിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി നേരിട്ടു. എന്താണ് ഫലം? 16-ാം തീയതി ഫലം പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഇടതുപക്ഷ ജനാധിപത്യത്തോടു കൂടെ വീണ്ടും കണക്കുകൾ വന്നപ്പോൾ 2015 വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ 600ഓളം പഞ്ചായത്തുകളിൽ LDF, ഇനി സമാസമം നിൽക്കുന്ന കുറെ പഞ്ചായത്തുകൾ. അതിന്റെ തെരഞ്ഞെടുപ്പും നറുക്കെടുപ്പും കൂടി കഴിഞ്ഞാൽ 600-ൽ പരം പഞ്ചായത്തുകളിൽ LDF സുഖമായി നിൽക്കും. 182 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇപ്പോൾ തന്നെ 108. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 30-ാം തീയതി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ. 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 12 ജില്ലാ പഞ്ചായത്ത് LDFന്റെ കൂടെ. മലപ്പുറവും എറണാകുളവും മാത്രമേ UDFന്റെ കൂടെയുള്ളൂ. വയനാട്ടിൽ 8-8 ആർക്കും വരാം. ചിലപ്പോൾ 13 LDFന്റെ കൂടെ. ഈ മുനിസിപ്പാലിറ്റിയോ 86 മുനിസിപ്പാലിറ്റിയിൽ 87-86 തെരഞ്ഞെടുപ്പാണ്. 42 LDF അത്തരത്തിൽ വന്നല്ലോ. 6 കോർപ്പറേഷനിൽ 5ഉം LDFന്റെ കൂടെ. കഴിഞ്ഞ കുറെ വർഷക്കാലത്തേക്ക് LDFന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെ വന്നു. ഈ തരത്തിലുള്ള വിജയം എങ്ങനെ? അതിനൊപ്പമാണ് പേരാമ്പ്ര പഞ്ചായത്തിന്റെ വിജയം. ആകെയുള്ള 19 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 6 സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് ചരിത്രമാണ് പേരാമ്പ്രയുടെ ചരിത്രം. 1-ാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ലീഗാണ്. അതാണ് MCP നേതാവ് രജിത ജയിച്ചു വന്നത്. ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു സീറ്റ് UDFന്റെ പിന്തുണയോടുകൂടി കിട്ടിയ വാർഡാണ് 3-ാം വാർഡ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ വാർഡാണ് അമ്പടി പിടിച്ചെടുത്തു. 5-ാം വാർഡ് ചിലപ്പോൾ നമ്മൾ ജയിക്കാറുണ്ട്. ആ വാർഡ് പിടിച്ചെടുത്താണ് വിനോദ്. 6 7 എല്ലാം നമ്മുടെ കൂടെ തന്നെയാണ്. 8-ാം വാർഡ് അവർ ശിഥിലമായി പോയി. 9-ാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെയല്ല, ചുരുങ്ങിയ വോട്ട് നമ്മൾ പരാജയപ്പെട്ടു. ആ വാർഡാണ് 280-ൽ പരം വോട്ടിന് നാം ജയിച്ചു. 10-ാം വാർഡ് വലിയ വോട്ടിന് നമ്മൾ ജയിച്ചു. 11-ാം വാർഡ് 8 വോട്ടിന് നമ്മൾ പരാജയപ്പെട്ടു. 12-ാം വാർഡ് നേരത്തെ ഭാരമാഷ് പറഞ്ഞ പോലെ ഒരിക്കലും LDFന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. 400ഓളം വോട്ട് UDFന് ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യവും UDF ജയിച്ചാണ്. അവിടെ ജോന മത്സരിച്ചപ്പോൾ ജോനയ്ക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉജ്ജ്വലമായ കാഴ്ചപ്പാടും സമീപനവും. അതിന്റെ കൂടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകനുള്ള നിലയ്ക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് മത്സരിച്ചപ്പോൾ എന്തായിരുന്നു ആ ജനങ്ങളോട് പറഞ്ഞത്? ആ ജനങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ജോനയുടെ വിജയത്തിന് മാറ്റിവെക്കുന്നത്. ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമായിരുന്നു. 14-ാം വാർഡ് പലപ്പോഴും നമ്മൾ ജയിക്കുക പിടിച്ചെടുത്തു. 15-ാം വാർഡ് വലിയ ഭൂരിപക്ഷം ജയിച്ചു. 16 ഒരു ചുരുങ്ങിയ വോട്ട് നമ്മൾ പരാജയപ്പെട്ടു. ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ആ വാർഡിന്റെ സർവതോന്മായ വികസനത്തിന് വേണ്ടി പ്രായം 70 കഴിഞ്ഞെങ്കിലും അഹോരാത്രം പ്രവർത്തിച്ചാണ് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി നിർത്താൻ കഴിയുന്ന കുഞ്ഞിക്കണ്ണ മാഷിയാണ് ഞങ്ങൾ 16-ാം വാർഡിൽ. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അംഗീകരിക്കും. 17-ൽ പ്രമോദനെതിരെ എന്തൊക്കെയാണ്? പ്രമാണിമാരെ, നിങ്ങളുടെ വെല്ലുവിളിക്ക് മുമ്പിൽ മുട്ടുകുത്താൻ ഈ പ്രസ്ഥാനം തയ്യാറല്ല, തെളിയിച്ചില്ല. നിങ്ങൾ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നാണ്. അതായിരുന്നു 18-ാം വാർഡ് നമുക്ക് വലിയ സ്വാധീനമുള്ളതാണെന്ന് നിരീക്ഷിച്ചിരിക്കും. 19 പ്രേം മാറ്റി. പിന്നെ 11-ൽ തോറ്റതിനെ കുറിച്ചുള്ള കഥയായി 8 വോട്ടിൽ ഞങ്ങൾ പരാജയപ്പെട്ടു.
അവരന്മാർ 10 വോട്ട് പിടിച്ചു. അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണിച്ചത് പേരാമ്പ്രയ്ക്ക് പരിചയമില്ലാത്ത 9 ലക്ഷത്തോളം രൂപ ചെലവേറി എത്ര പേർക്ക് ഫോണും 10,000 രൂപയിൽ സമ്മാനിച്ച് പാവപ്പെട്ട ആളുകൾ താൽക്കാലികമായി മാറിയിട്ടുണ്ടാവും. എന്നാൽ അതിന് ഫലം വരാൻ വേണ്ടി പോകുക. അക്കാര്യത്തെക്കുറിച്ചെല്ലാം പിന്നീട് വിശദമായി ഞങ്ങൾ സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വഹിക്കുമ്പോൾ പേരാമ്പ്രയിലെ പോലീസിന്റെ ചില സമീപനങ്ങളെ കുറിച്ച് പറയാതെ പോയി. എന്താണ് പേരാമ്പ്ര മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഓരോ വകുപ്പിനും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാഴ്ചപ്പാട്. ആ തൊഴിൽ വകുപ്പായാലും കൃഷി വകുപ്പായാലും വിദ്യാഭ്യാസ വകുപ്പായാലും പോലീസ് വകുപ്പായാലും എല്ലാത്തിലും ഉണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ മേന്മയാണ് കേരളമാകെ കാണുന്നത്. അതിന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുഴുവൻ ആളുകളും അണിചേർന്നതിന്റെ ഫലമായിട്ടാണ്. എന്നാൽ പേരാമ്പ്രയിലെ പോലീസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സമീപനങ്ങളെ ആകെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ബഹുജന മധ്യത്തിൽ അപമാനിക്കുന്ന രൂപത്തിലുള്ള സമീപനം എടുക്കുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരിവിടെയുണ്ട്. അത് പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പ് വേളയിൽ ചില കുഴപ്പങ്ങളെല്ലാം സംഘടനയെല്ലാം നടന്നിട്ടുണ്ട്. ചെറിയത് അത് ഇരുഭാഗത്തും നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യൽ സമാധാനം ഉണ്ടാക്കാനുള്ള ബാധ്യത പോലീസിനാണ്. എന്നാൽ പേരാമ്പ്ര മണ്ഡലത്തിലുള്ള പോലീസ് ഒരു വലിയ ഗൂഢാലോചന നടത്തുന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്ക്. എന്താണ് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് പേരാമ്പ്രയിലെ സിസ്റ്ററായിരുന്ന ലിനി സിസ്റ്ററുടെ മരണം. മറ്റേ നിപ്പ രോഗം വന്നപ്പോൾ കേരള ഗവൺമെന്റ് അവരുടെ ഭർത്താവ് ജോലി കൊടുത്തു. ആ സത്യം അവർ ഈ നാടിനോട് പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ അവരുടെ ഭർത്താവ് പ്രവർത്തിക്കുന്ന കൂത്താളി പഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഇവിടെയുള്ള കോൺഗ്രസിന്റെ പ്രാമാണികരായ റൗഡികളായ നേതാക്കന്മാർ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയി. കേരളത്തെ ആകെ വേദനിപ്പിച്ച കാര്യമാണത്. അവരെ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. എന്നാൽ പേരാമ്പ്രയെ ചുറ്റുപാടുള്ള അത് പെരുന്നാൾ പോലീസാണ്. അവർക്ക് മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള കളവൊരുക്കി ഈ പോലീസ് നയം അപമാനിക്കും. അതുപോലെ തന്നെയാണ് പേരാമ്പ്രയിൽ ഇപ്പോൾ അപ്പുറത്ത് ജയിച്ച 3 കോൺഗ്രസിന്റെ ഒന്നും അല്ലാത്തവരുടെ 3 മെമ്പർമാർ നമ്മുടെ നാട്ടിലില്ല. എന്നാൽ നാട്ടിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ കയ്യേറി. നമ്മളെല്ലാം കുഞ്ഞുനാളിലെ പഴയ പോലീസ് സ്റ്റേഷനും പുതിയ പോലീസ് സ്റ്റേഷനും എല്ലാം കണ്ടവരാണ്. പോലീസുമായി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത പോലീസ് സ്റ്റേഷൻ കൈയാളി ആ പോലീസ് സ്റ്റേഷനിലുള്ള വനിതാ പോലീസുകാരുൾപ്പെടെ കിടികിട വിറയ്ക്കുന്ന കാര്യം ഈ വീഡിയോ ക്ലിപ്പിൽ കാണുന്നു. തുടർച്ചയായിട്ട് കല്യാണം നടത്തുന്നു. ആ CA ഓഫീസിന്റെ മുകളിലത്തെ ഗ്ലാസ് ആകെ പൊട്ടി തകരുന്നു. ചെടിച്ചട്ടികൾ തകരുന്നു. പോലീസുകാർ പേടിച്ച് ചുവറിന്റെ മറവിലേക്ക് പോകുന്നു. ആ വനിതാ പോലീസുകാരി കിടികിട വിറച്ചുകൊണ്ട് മേശയും പിടിച്ചിരുന്നു. ഇങ്ങനെ സംഭവം കേട്ടാൽ അവിടെ വയർലെസ് ഫോണുണ്ട്. 5 or 8 വേൻ പോലീസ് പേരാമ്പ്രയിൽ ചുറ്റുപാടും നടക്കുന്നുണ്ട്. ആ വിവരം പേരാമ്പ്ര പോലീസിന് നേതൃത്വം കൊടുക്കുന്ന CI അറിഞ്ഞു. അയാൾ അങ്ങോട്ട് പോയില്ല. എല്ലാ സംഭവവും കഴിഞ്ഞ് ഈ റൗഡികൾ പിരിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രം CI അവരുടെ പേരിൽ സാമാന്യ കേസെടുത്തു. കേരളത്തിലെ ചാനലുകൾ അയാളോട് ചോദിച്ചു, പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എവരെന്തെങ്കിലും റൗഡിസം കാണിച്ചോണ്ട്. അയാൾ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, പേരാമ്പ്രയിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല.
എന്നാൽ അങ്ങനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ നമ്മുടെ ഈ വീഡിയോയിൽ കൂടി വന്നപ്പോൾ നമ്മളെല്ലാം ഫോണിൽ അത് വന്നു. അപ്പോൾ നിഷേധിക്കാനായില്ല. അവസാനം ചെറിയ വകുപ്പിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇത് ഫോണിൽ കൂടി കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ആ രോഗം മനസ്സിലായില്ല, അത് കുറേ ഉണ്ട്. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് തെരുവ് പട്ടികളെ എറിയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് എറിഞ്ഞിട്ട് അല്പമെങ്കിലും ഈ CIക്ക് ഒരു വികാരം ഉണ്ടാവണ്ടേ? ഞാൻ അയാളെ വിളിച്ചു വെച്ചു. ഞാനൊരു സാധാരണ അധ്യാപകനാണ്. എന്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നത് ഞാൻ അവിടെ ഓടിയത്. ഞാൻ പ്രാഥമികമായി ചോദിക്കുന്നു. ഇവിടെയൊക്കെ തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരെനിക്ക് ചോടെടുത്ത് സാധനം കൊടുക്കും. ആ സ്ഥാപനത്തിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ എത്ര ദൂരെയാണെങ്കിൽ അവരോട് ഓടിയെത്തില്ലേ? ഈ CI തിരിഞ്ഞോട്ടില്ല. ഏറുകൊണ്ടവർ ആശുപത്രിയിൽ പോകാൻ വേണ്ടി തയ്യാറായില്ല. പിന്നെ വല്ലാതെ ഇടപെട്ടപ്പോൾ SP വന്നപ്പോഴാണ് പിറ്റേന്ന് രാവിലെ ചില ആശുപത്രിയിൽ കാണിച്ചത്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ എന്താണ് പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ? ഈ അന്ന് അടികൊണ്ട് ഏറുകൊള്ളുന്ന ഒരു പോലീസുകാരന്റെ മുഖത്തേക്ക് ഇയാൾക്ക് നോക്കാനാണ്. ആ പോലീസുകാർക്ക് ഇയാളുടെ മുഖത്തേക്ക് നോക്കാനായി. കാരണം എന്താണ്? ഒരു കൂട്ടായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു സ്നേഹമാണല്ലോ. അത് പോലീസിൽ പ്രത്യേകിച്ചും അത് കാണിക്കാൻ സാധിക്കും. അതിന്റെ പിന്നിൽ ഒരു വലിയ കൂടാരനുണ്ട്. എന്താണ്? അന്നത്തെ സിസ്റ്റർ ഭർത്താവിനെ ആക്രമിച്ച റൗഡികളെ പിടിക്കാൻ സാധിക്കാത്ത പോലെ എവരെ ആരെയും പിടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ പിടികിട്ടാപ്പുള്ളികൾ തെരഞ്ഞെടുപ്പ് റാലി നടത്തി 16-ാം തീയതി കുറ്റംപുരപ്പുള്ളി ഇവർ കണ്ടിട്ട് പിടിച്ചില്ല. ഇന്നലെ മറ്റൊരാൾ ഒന്നിച്ചാൽ മരണപ്പെട്ട് വന്നു ഒരു 2 മണിക്കൂറോളം നിന്നു, പിടിച്ചില്ല. എന്തേ കാരണം? ജനങ്ങളെല്ലാം പറഞ്ഞവരോട് ഉണ്ടെന്ന് പറഞ്ഞാൽ CIയുടെ ഒരു PA ഉണ്ട്, ഒരു മുസ്ലിം തന്നെയാണ്, ഹൈസ്കൂളിൽ. അയാൾ അന്നേരം കോൺഗ്രസ് വീടും കൊടുക്കും. ഇപ്പോൾ ഈ 19 ആളുകൾ ഈ തെമ്മാടിത്തം കാണിച്ചിട്ട് 8 ആളുകളുടെ പേരിലാണ് കേസ്. ആ കേസ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യത്തിൽ കൊടുത്തപ്പോൾ സാധാരണഗതിയിൽ ആര് മുൻകൂർ ജാമ്യത്തിൽ കൊടുത്താൽ, പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ മറ്റു പ്രതികളെ പിടിക്കാനാവില്ല എന്നെല്ലാമാണ്. എന്നാൽ ഇപ്പോൾ പേരാമ്പ്ര സമാധാനപരമായി കഴിയാൻ ജാമ്യം കൊടുക്കുക എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. അതെന്തിനാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മാർക്കറ്റിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ കണ്ണിപ്പൽ കൂടി ഒരു പോലീസ് ജീപ്പ് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കിരൺ എന്ന് പറയുന്ന അയാൾ ചന്തയുടെ കേസിലില്ല, വീഡിയോ നോക്കുന്ന കേസിലില്ല. പിടിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ചന്തയുടെ കേസിന് അയാളെ പിടിച്ചു.
എന്നാൽ മരുതയിൽ നിന്ന് ലീഗിന്റെ ആളുകൾ ഓടിച്ചിട്ട് പിടിച്ചു. പ്രതികളാണ് എവിടേക്ക് തോന്നിയിട്ടു. പേരാമ്പ്ര വന്നപ്പോൾ ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ഇന്നലെ ഇവരുടെ കൂടെ ഈ സംഭവത്തിൽ പങ്കെടുത്ത പേരാമ്പ്രയിലെ കച്ചവടക്കാരൻ പോലീസ് പിടിച്ചു. പേരാമ്പ്രയിലെ വ്യാപാരി വ്യവസായ സമിതിയുടെ ചില നേതാക്കന്മാരും കൂടി പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളെ വിളിച്ചു. അയാൾ ഈ വീഡിയോ ഉണ്ട്. കച്ചവടക്കാരെ പറ്റി പറഞ്ഞല്ല, അതാർക്കും വിടാലോ. അപ്പൊ ഇതാണ് ഇതിന്റെ സമീപനം കേസിൽ. എന്നാലോ ഇങ്ങനെ വ്യാപകമായി കുഴപ്പം കാണിച്ചപ്പോൾ പോലീസിനോട് പറഞ്ഞപ്പോൾ പള്ളി കയറി കുഴപ്പമുണ്ടാക്കിയ ഒരു CI വിനോദ് കൊല്ലത്തേറിന് എങ്ങനെയാണ് പലപ്പോഴും അയാൾക്ക് ബോധം ഉണ്ടാവില്ല. അയാള് മരുതേലിക്ക് പറഞ്ഞിട്ട് കണ്ടവരെ മുഴുവൻ അടിക്കുക. അതിൽ ലീഗാരുണ്ട്, എല്ലാവരും ഉണ്ട്. വീട്ടിൽ കയറി അടിക്കുക. എന്തിനാലും അതുപോലെ അവിടെ ഒരു പെണ്ണുങ്ങളുണ്ട്, എന്നും കോൺഗ്രസ്സുകാർ പറഞ്ഞ ആ പെണ്ണുങ്ങളെ എന്റെ വീട് ആക്രമിക്കുകയാണ്. പെണ്ണുങ്ങളിൽ നോക്കുന്നതിന് വീടൊന്നും ആക്രമിക്കില്ല. ആ പെണ്ണുങ്ങളെ ജീപ്പ് കയറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇടതുപക്ഷ CPM പ്രവർത്തകന്മാരുടെ വീടും വീടുകയും രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പോയി. ഇയാൾ തിരിച്ചു പോയില്ലെങ്കിൽ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം നാട് മനസ്സിലാക്കണമല്ലോ. അവസാനം ഞാൻ തന്നെ പറഞ്ഞു മുഴുവൻ പെണ്ണുങ്ങളോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഈ പ്രമാണിമാർക്ക് മനസ്സിലായില്ലല്ലോ. ഇതിനേക്കാൾ വലിയ പോലീസിന്റെ നടനായിട്ട് നടക്കുന്ന അടിയന്തരാവസ്ഥയിൽ മുളക് വെള്ളവും ഒരൊക്കെയായിട്ട് നമ്മൾ പോലീസിനായിട്ടുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ വേണ്ടി വരുമെന്നില്ല. ഇത്രയും കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ പേരാമ്പ്രയിലെ പോലീസ് കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ നയമല്ല. വിടാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല. ചിലപ്പോൾ അവർക്ക് അല്പം ഒന്നഴിക്കാൻ സാധിക്കും. ഈ UDF കൊടുക്കുന്ന കുറെ കേസുകൾ നമ്മുടെ പേർ ചാർജ് ചെയ്തിട്ട് മൂന്നാം പാർട്ടി ഇതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ വീട് കയറിയിട്ടാണ് എന്ത് ചെയ്ത് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ. മൂന്നാം പാർട്ടി അവിടെ എപ്പോഴും ആർത്തമാർത്ഥമാണ്. അതിന് വിദ്യാഭ്യാസം. അപ്പോൾ ഈ തരത്തിൽ എന്നാൽ ഈ പോലീസുകാരോട് ഒന്നേ പറയാനുള്ളൂ. SP പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാട്ടെ ഇവരുടെ നയം നടപ്പാകട്ടെ. ഈ പോലീസിന്റെ സംവിധാനം പരിശോധിക്കാൻ വേറെ ഉണ്ടല്ലോ. സ്റ്റേറ്റ് ലെവലിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് വരട്ടെ. ഇവർ ഏതെല്ലാം കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളത് പരിശോധിക്കട്ടെ. CIന്റെ ചരിത്രവും പരിശോധിക്കട്ടെ, എല്ലാം പരിശോധിക്കട്ടെ. എന്നിട്ട് കാര്യങ്ങൾ എന്ത് നടക്കും എന്നുള്ളത് നോക്കാം. ഒരൊറ്റ കോഴി മുഴുവൻ മാത്രം നേരം പറഞ്ഞു പോവുകയില്ല. ഈ കാര്യം കൂടി ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിപുലമായ വിജയം. ഇന്നലെ പറഞ്ഞത് 102 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വിജയമാണ്. ഇന്നത്തെ കണക്ക് കിട്ടുമ്പോൾ അത് 106 107 അസംബ്ലി മണ്ഡലത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ ഇതിനേക്കാൾ വലിയ കലാപത്തിന് ഒപ്പുകൊട്ടു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. 957 ഇതുപോലുള്ള പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് ആ ഗവൺമെന്റ് ലെവലിൽ വികാരം ഉണ്ടാക്കിയത്. അതുപോലെ കോൺഗ്രസിന്റെ NGO അസോസിയേഷനെ വിളിച്ചിട്ട് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടു. അതുപോലെ കോൺഗ്രസിന്റെ പോലീസ് സംഘടനയെ വിളിച്ചിട്ട് ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇടതുപക്ഷ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ കരുതലോടുകൂടി നിൽക്കണം. നാട്ടിൽ ഏത് കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ പോലീസുകാരനെല്ലാം പോകും. നമ്മളാണ് നാടിനോട് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഇതിനെയും കൂടി ചെറുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പൊതുയോഗം സന്തോഷപൂർവ്വം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കുന്നു. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നത് സഖാവ് AKP ആണ്. സഖാവ് AKP ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദര സുഹൃത്തുക്കളെ, പ്രദേശം എന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ പേരാമ്പ്ര പഞ്ചായത്തിലെയും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെയാണ് നാം ഇന്ന് ആദരിക്കുന്നത്. കേരളത്തിൽ ഉജ്ജ്വലമായ പോരാട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നത്. ഒരു ഭാഗത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ
ജനക്ഷേമകരമായ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളിൽ പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യത്തിൽ മറുഭാഗത്താണെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത അവസരവാദപരമായ സമീപനം കൈക്കൊള്ളുന്ന ഒരു മുന്നണി മറുഭാഗത്തും മത്സരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി എല്ലാ ജനവിരുദ്ധരും ഒന്നിച്ച കാഴ്ചയാണ് നമ്മുടെ കാണാൻ കഴിയും. അതിൽ BJP ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്, SDPI ഉണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ഒന്നിച്ചു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതാണ് കാണിക്കുന്നത്. ഇനിയും ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാത്തിരിക്കാൻ പോവുക. കേരളത്തിലെ 100-ലധികം നിയോജകമണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേൽക്കൈ നേടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് UDF നേടിയപ്പോൾ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭാവിയില്ല എന്ന് പ്രവചിച്ച ആളുകളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് തകർന്നടിയാൻ പോകുന്നുവെന്ന് സ്വപ്നം കണ്ടവരുണ്ട്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുപോയിരിക്കുകയാണ്. ജനങ്ങളാകെ വളരെ കൃത്യമായ ധാരണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ളത്. നുണപ്രചരണങ്ങൾ കൊണ്ടും അതൊരു അവസരവാദ സമീപനം കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല എന്ന് ഈ പ്രബുദ്ധമായ ജനവിധിയിൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ കേരളം മാറാൻ പോവില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി നേരിട്ട് പോവുകയാണ്, ജനങ്ങളുമായി സംവദിക്കുകയാണ്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുകയാണ്. അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് കൂടുതൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വരുന്നത്. ഏത് അവസരവാദപരമായ കൂട്ടുകെട്ടുണ്ടായാലും കേരളത്തിലെ ജനകീയ പ്രതിരോധത്തെ തകർക്കാൻ അവർക്കാർക്കും കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് വോട്ട് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് വോട്ട് ചെയ്ത ആളുകൾ അവർ മാറി ചിന്തിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകാതിരുന്ന ആളുകൾ അവർ മാറി ചിന്തിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും അതുപോലുള്ള പാർട്ടികളിലെല്ലാം കൂട്ടത്തോടെ ആളുകൾ ഒഴിഞ്ഞു പോകാൻ പോകുന്നു. കേരളത്തിലെ കോൺഗ്രസ് തകർന്നു ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലെ മുസ്ലിം ലീഗിനെ അവിടെ കെട്ടോട്ട് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇവിടത്തെ നമുക്കറിയാം, ഇവിടെ മേങ്ങാന്യം രാജ്യത്തിൽ നിന്ന് കോൺഗ്രസിന്റെ രാജ്യത്ത് CPM ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം വന്ന ചില ആളുകളുടെ പേര് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തറവട്ട് നാരായണൻ, ലക്ഷ്മി, ഷൈജു, സവിത, കൃഷ്ണേന്ദു, കൃഷ്ണപ്രിയ, തറവട്ട് ഗോപാലൻ, കല്യാണി ഇവരാണ് ഇപ്പോൾ കോൺഗ്രസ് രാജിവെച്ച ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത്. നാളെ ഇവരുടെ കൂടെ ധാരാളം ആളുകൾ വരാൻ പോവില്ല. തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു വാർഡിൽ തന്നെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള വോട്ട് വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ചിലപ്പോൾ ബ്ലോക്കിൽ കിട്ടിയിട്ടുണ്ടാകും, ചിലപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ടാകും. കാരണം പല കാരണങ്ങളാൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ടാകും. അവരെല്ലാം പശ്ചാത്തലിക്കുകയാണ്. അവരെല്ലാം മാറി ചിന്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം അങ്ങനെ ഉജ്ജ്വലമായ ജനമുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ആ മുന്നേറ്റത്തിന് മുമ്പിൽ എല്ലാ ജനവിരുദ്ധ ശക്തികളും തകർന്നടിയും. പേരാമ്പ്ര പഞ്ചായത്തിലാണെങ്കിൽ അഭിമാനകരമായ വിജയം കൈവരിച്ചിരിക്കുന്നു. ഈ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത്. അവരിനി ഈ നാടിന്റെ ജനപ്രതിനിധികളാണ്. അവരേതെങ്കിലും മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിച്ചവരാകാം. പക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ജനപ്രതിനിധികളാണ്. ഈ പേരാമ്പ്ര പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ നാടിനെ ഒന്നിച്ചു നിർത്താൻ അവർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അവരത് വിജയിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ചെറുപ്പക്കാരാണ് ഭൂരിപക്ഷം ആളുകളോട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചുറുചുറുക്കോടുകൂടി പ്രവർത്തനം നടത്താൻ, ജനങ്ങളെ അണിനിരത്താൻ, ജനങ്ങളെ നയിക്കാൻ അവർക്ക് കഴിയും. അതിനവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.
സഖാവ് എ കെ ചന്ദ്രബാസ് നമ്മൾ സംസാരിക്കും. അധ്യക്ഷ സഖാവെ, വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, ജനപ്രതിനിധികളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ വിജയം ഇടതുപക്ഷത്തിന് നിന്ന് ലഭിച്ചു എന്നുള്ളത് മാധ്യമങ്ങളും മറ്റെല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരുത്തരമേ ഉണ്ട്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ 4.5 വർഷത്തിലേറെ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ജനവിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നേട്ടം ഒരു സമാനതകളില്ലാത്ത നേട്ടമാണ്. നിങ്ങൾക്കറിയാം, 2016 ഈ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി വന്നു ഓക്കി ചുഴലിക്കാറ്റ്, പിന്നെ വന്നു നിപ്പ, പിന്നെ വന്നു 2 പ്രളയങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ നൂറ്റാണ്ടിൽ കാണാത്തൊരു പ്രളയമാണ് ഈ കേരളത്തിൽ ഉണ്ടായത്. അതിനുശേഷം അടുത്ത കൊല്ലവും മറ്റൊരു പ്രളയം, ഇപ്പോൾ ഇതാ കോവിഡ്. ഇത്രയും ഒരു ഹിമാലയൻ തടസ്സങ്ങൾ നേരിട്ടൊരു ഗവൺമെന്റും നമ്മുടെ കേരളത്തിലുണ്ടായി. അത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനെയെല്ലാം വളരെ നെഞ്ചൂക്കോടെ നേരിട്ട് നാം നേടിയെടുത്തതാണ് ഇന്ന് കേരളം നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം അതിസങ്കീർണമായ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ മുഖന്തേക്ക് നിന്നു എന്നൊന്നും പറയുന്നില്ല. തീർച്ചയായും ഈ കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും നേതൃത്വവും കൂടി നൽകിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ കണ്ടത്. ഈ തേരോട്ടത്തിന്റെ ഫലമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് രഹസ്യമായും പരസ്യമായും കിട്ടിയ വിവരം